സെന്റ് തെരേസാസ് CMI ആശ്രമം, അമ്പഴക്കാട് കോട്ടയ്ക്കൽ മാള. ആധ്യാത്മിക മലർവാടിയായി നിലകൊള്ളുന്ന CMI സഭയിലെ തൃശൂർ ദേവമാതാ പ്രവിശ്യയുടെ മാള, അമ്പഴക്കാട്, കോട്ടയ്ക്കൽ സെന്റ് തെരേസാസ് ആശ്രമത്തിന്റെ പടവുകൾ കയറുമ്പോൾ ഏവർക്കും ആത്മീയ സന്തോഷത്തിന്റെ നിറവുകളാണ് ലഭിക്കുന്നത്. കരിങ്കിൽ പൊതിച്ച പാതയിലൂടെ നടന്നു നീങ്ങുന്നത് കോട്ടയ്ക്കൽ അമ്മയായ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ആശ്രമ ദേവാലയത്തിലേക്കാണ്. ദേവാലയത്തോട് ചേർന്ന് കിഴക്ക് പടിഞ്ഞാറായി CMI ആശ്രമവും നവസന്യാസ ഭവനവും നിലകൊള്ളുന്നു. സെന്റ് തെരേസാസ് കോളേജും സെന്റ് തെരേസാസ് ഇടവകയും കൃഷിയിടങ്ങളും ഉൾപ്പെട്ടതാണ് ആശ്രമത്തിന്റെ പ്രവർത്തന മേഖല. ക്രൈസ്തവ സഭയ്ക്ക് അനേകം പുണ്യാത്മാക്കളെ നൽകിയ CMI സഭയുടെ ആദ്യത്തെ സന്യാസ ഭവനം നിലകൊള്ളുന്നത് ഇവിടെയാണ്. വിശുദ്ധരായ ചാവറ പിതാവിന്റെയും എൗപ്രാസ്യമ്മയുടെയും മറിയം ത്രേസ്യയുടെയും ദേവദാസൻ കന്യൂസീസച്ചന്റെയും പാദസ്പർശനമേറ്റ ഈ പുണ്യഭൂമിയുടെ ചരിത്ര താളുകളിലേക്ക് ദൃഷ്ടി തിരിക്കാം. റോക്കോസ് ചീസ്മയോടനുബന്ധിച്ച് അമ്പഴക്കാട് പള്ളിയിൽ കർമ്മലീത്ത വൈദികരുടെ ധ്യാനത്തിൽ പങ്കെടുത്ത് ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ട കണിച്ചായി ഇട്ടൂപ്പ് എന്ന നസ്രാണി മുഖ്യൻ പടനായരിൽ നിന്നും കൈവശമാക്കിയ കോട്ടപ്പറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലം കർമ്മലീത്ത വൈദികർക്ക് 1867 സെപ്റ്റംബർ 5 ബർണദീനോസ് മെത്രാപ്പൊലിത്തയുടെ മുമ്പാകെ വിശുദ്ധ ചാവറപിതാവിന്റെയും കട്ടക്കയത്ത് ചാണ്ടിയച്ചന്റെയും സാന്നിധ്യത്തിൽ കൊവേന്ത സ്ഥാപനത്തിനായി ദാനമായി നൽകി. 1868 ഒക്ടോബർ 20 കൊവേന്തയുടെ ശിലാസ്ഥാപനം വരാപ്പുഴ ലയനാർഡ് മെത്രാപ്പൊലിത്ത നിർവഹിച്ചു. വികാരി ജനറൽ മർസിലിനോസ്, വിശുദ്ധ ചാവറ പിതാവ് ലെയോപോൾഡ് മൂപ്പച്ചൻ എന്നിവരും ഏതാനും ചില നവസന്യാസികളും അനേകം ആത്മായ സഹോദരങ്ങളും സന്നിഹിതരായിരുന്നു. 1878 ഒക്ടോബർ 22 മർസിലിനോസ് മെത്രാൻ ആശ്രമ ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. 1894 പൂർത്തീകരിച്ച ആശ്രമ ദേവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം അന്നത്തെ പ്രിയോർ മാഞ്ഞൂരാൻ റപ്പായലച്ചൻ ഒക്ടോബർ 21 നിർവഹിച്ചു. ആശ്രമത്തിന് സ്ഥലം ദാനമായി നൽകിയ ഇട്ടൂപ്പിന്റെ കുടുംബാംഗം കുഞ്ഞന്നം സംഭാവന നൽകിയതാണ് പ്രധാന അൾത്താരയിലെ വേദപാരംഗതയായ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം. ഒരു സുപ്രസിദ്ധ ചിത്രകാരൻ മിഖായേൽ പിള്ള 1880 മാന്നാനത്ത് വെച്ച് വരച്ച വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ചിത്രം അന്നത്തെ പ്രിയോർ ജനറൽ പോരുക്കര കുര്യാക്കോസ് ഏലിയാസച്ചൻ വെഞ്ചിരിച്ച് സെപ്റ്റംബർ 26 മാളയിൽ നിന്ന് ഘോഷയാത്രയായി കൊണ്ടുവന്ന് ഈ ആശ്രമ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. 13-ാം ലിയോ മാർപ്പാപ്പ ഈ ചിത്രത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേക ദണ്ഡവിമോചനങ്ങളും ആശ്രമ ദേവാലയത്തിലെ അൾത്താരയിൽ ബലിയർപ്പിക്കുന്ന വൈദികർക്ക് സ്വയംവര പീഠദണ്ഡ വിമോചനവും ഒക്ടോബർ 15 ജനങ്ങൾക്ക് പൂർണ്ണദണ്ഡ വിമോചനവും 1881 കൽപ്പിച്ചനുവദിക്കുകയുണ്ടായി. 1904 ഈ ആശ്രമ ദേവാലയത്തിൽ 40 മണിക്കൂർ ആരാധന ആരംഭിച്ചത്. ആശ്രമം സ്ഥാപിച്ചതിന്റെ സുവർണ ജൂബിലിയുടെ സ്മാരകമായി 1968 പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ഈ കാണുന്ന ഉണ്ണീശോ കപ്പേള. 1889 ഈ ആശ്രമത്തിനോട് ചേർന്ന് നവസന്യാസ ഭവനത്തിന് തുടക്കമായി. സന്യാസത്തിന്റെ ബാലപാഠം പഠിക്കുന്ന ഈ പുണ്യഗേഹം ഭൂമിയിലെ പറുദീസയാണ്. അതുകൊണ്ടാണ് പൂർവികർ നവസന്യാസ ഭവനത്തിന്റെ കവാടത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്: ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഭവനം ഒരു പറുദീസയാകുന്നു. നവസന്യാസ ഭവനത്തിന് അരികിലായി കാണുന്ന വനവാസക്കപ്പേളയുടെ പ്രതിഷ്ഠാകർമ്മം ബഹുമാനപ്പെട്ട ബർത്തലോമിയച്ചൻ 1935 ഫെബ്രുവരി 12 നിർവഹിച്ചു. അജ്ഞതയുടെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ ജനത്തിന് 19-ാം നൂറ്റാണ്ടിൽ പ്രകാശമായി തീർന്ന വിശുദ്ധ ചാവറയച്ചന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് കോട്ടയ്ക്കൽ ആശ്രമവും 1975 സെന്റ് തെരേസാസ് കലാലയത്തിന് തുടക്കം കുറിച്ചു. ഇന്ന് ഈ കലാലയം 800 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്വയാശ്രയ കോളേജാണ്. വരന്തരപ്പള്ളി, കറുകുറ്റി, ഇരിഞ്ഞാലക്കുട, കോയമ്പത്തൂർ എന്നീ ആശ്രമങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മാളയിലെ സ്കൂൾ, ഹോസ്പിറ്റൽ, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ പൊതുപ്രവർത്തനങ്ങൾക്കും ആവശ്യമായ സ്ഥലം ലഭ്യമാക്കുന്നതിനും ഈ കൊവേന്ത ഗണ്യമായ സഹായം ചെയ്തിട്ടുണ്ട്. ആശ്രമത്തിന് സമീപം 1975 മിനി ഇൻഡസ്ട്രീസിന്റെ പ്രവർത്തനത്തിനും ജനങ്ങളുടെ ഉന്നമനത്തിനുമായി കൊവേന്തയുടെ ഭൂമി ഇഷ്ടദാനമായി നൽകി. ഈ ആശ്രമത്തിൽ തുടക്കം കുറിച്ച സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ്
സ്നേഹഗിരി സൊസൈറ്റിയും ആശ്രമവും. CMI സഭയുടെ പ്രിയോർ ജനറൽമാരായിരുന്ന ബർത്തലോമിയ അച്ഛനും വിൻസെന്റ് ആലപ്പാട്ടച്ഛനും ദേവദാസൻ കനീസിയൂസ് അച്ഛനും അനേകം ശ്രേഷ്ഠ വൈദികരും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. പുണ്യശ്ലോകനായ ദേവദാസൻ കനീസിയൂസ് അച്ഛൻ താമസിച്ചിരുന്ന മുറി ഈ കോവേന്തയ്ക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. അങ്ങനെ അനേകം പുണ്യാത്മാക്കളുടെ പുണ്യഗേഹമായി കോട്ടയ്ക്കൽ ആശ്രമം നിലകൊള്ളുന്നു.